അതപ്പോൾ ഇപ്പോൾ ഒരു ട്രെൻഡ്, ഇപ്പം റെജി ലൂക്കോസ് വന്നിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ബി ജെ പിയിലേക്ക് ഈ സി പി എമ്മിൽ നിന്ന് വരാനുള്ള സാധ്യത കൂടുതൽ കാണുന്നത് എങ്ങനെ? സി പി എമ്മിൽ നിന്നാണ് കോൺഗ്രസ്സാണ് ബി ജെ പിയിലേക്ക് വരാനുള്ള സാധ്യത? രണ്ട് പാർട്ടിയിൽ നിന്നും ഞങ്ങൾക്ക് നേതാക്കന്മാരും വോട്ടും വരുന്നുണ്ട്. പക്ഷേ കൂടുതൽ വോട്ട് ഇപ്പോൾ വരുന്നത് സി പി എമ്മിൽ നിന്ന്. സി പി എം ഞാൻ മനസ്സിലായി, എൻ്റെ വിലയിരുത്തലിൽ പല അങ്ങനെയുള്ള സി പി എമ്മിൻ്റെ സിറ്റിംഗ് വാർഡുകൾ എത്രയാണ് ഞങ്ങൾ പിടിച്ചു. അവിടെ സി പി എം അങ്ങനെയാണ് ഇപ്പോൾ കൂടുതൽ പിടിച്ച സി പി എമ്മിന് വാർഡുകളാണല്ല, കോൺഗ്രസ് വാർഡ് കുറവായിരുന്നല്ലോ. അവർക്ക് പിടിക്കാവുന്നില്ല, ലെറ്ററിനല്ലോ. അതായത് ഇതൊരു വലിയൊരു ചോദ്യമായിരുന്നു കഴിഞ്ഞ കുറേ കാലമായിട്ട്. ബി ജെ പി എന്തായാലും വളരും. ഈ ബി ജെ പിയിലേക്ക് വരുന്നത് എവിടെ നിന്ന്? അതിപ്പം കൂടുതൽ വരുന്ന സി പി എം ആണെന്ന് ബോധ്യമാകുന്നല്ലേ? അതൊരു കേഡർ പ്രസ്ഥാനത്തിൽ നിന്ന് മാറുമ്പോഴേക്കും മറ്റൊരു കേഡർ പ്രസ്ഥാനം ഓപ്റ്റ് ചെയ്യുന്നുള്ളത് ഒരു പ്രകൃതി നിയമമാണ്. അത്തരത്തിലൊരു മാറ്റം ഞാൻ പറഞ്ഞ ഇനി വരാൻ പോകുന്ന കാലത്ത് ബി ജെ പിയിലേക്ക് ഒരു പ്രവാഹം സി പി എം എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് വോട്ട് നേതാക്കന്മാരുടെ വലുതായിട്ട് ഞാനിപ്പോൾ പറയുന്നില്ല. വോട്ട് അണികളുടെ വോട്ട് താഴെത്തട്ടിൽ നിന്നും കാര്യമായിട്ട് വരും. സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതിനകത്ത്. ആ ഒരു ട്രെൻഡ് ഉണ്ട് തീർച്ചയായിട്ടും. കോർപ്പറേഷനിലൊക്കെ തന്നെ ബി ജെ പിക്ക് ഭരണം ലഭിച്ചതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് സി പി എമ്മിൻ്റെ അനുഭാവികൾ അണികളാണെന്ന്. കാരണം അവർക്ക് സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഇടപെടലുകളും കച്ചവടവും ഒക്കെ ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ സംവിധാനം മാറണമെന്ന് ആഗ്രഹിച്ച സി പി എം അനുഭാവികളാണ് കൂടുതൽ ഞാൻ കൂട്ടിയത്. ബി ജെ പിയുടെ മേയർ എന്ന പദവിയിലെത്തിയതിനു ശേഷം പാർട്ടിക്ക് സി പി എമ്മിൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലും ഒരു പകവീട്ടലിനുള്ള ഒന്നുമില്ല. ഇതുവരെ അത്തരത്തിലുള്ള യാതൊരു ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. ഇതുവരെ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ അങ്ങനെ ഫീൽ ചെയ്തു. പിണറായി വിജയനെ പോയി കണ്ടിട്ട് എന്ത് പറഞ്ഞു? അതെ, ഞങ്ങൾ കുറച്ച് സമയം മാത്രമാണ് അന്ന് സംസാരിക്കാൻ സാധിച്ചത്. പിന്നെ ചാർജ് എടുക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ ഫോൺ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തെ അങ്ങോട്ട് വിളിക്കുകയായിരുന്നു. വിളിച്ചപ്പോൾ അവർ തിരിച്ചു വിളിച്ചു. അപ്പോൾ അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടും ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിന് എല്ലാ തരത്തിലുള്ള സഹായവും തരാം, ചില അഡ്വൈസുകളും തന്നു. അദ്ദേഹത്തിൻ്റെ ഭരണ പരിചയമൊക്കെ തന്നെ ഗുണപ്പെടുന്ന തരത്തിലുള്ള സമീപനമാണ് സ്വീകരിച്ചത്.